ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിന് ഏതാണ്ട് ശമനമായി. എന്നാൽ ഇതിൻ്റെ പ്രത്യാഘാതം ചൈനയിൽ ഇപ്പോൾ അലയടിക്കുന്നു. എന്ന് പറഞ്ഞാൽ ചൈനയിലെ പ്രതിരോധ ഓഹരികൾ വൻതോതിൽ ഇടിയുന്നു എന്നാണ് അർത്ഥം. സ്വാഭാവികമായിട്ടും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിനിടയിൽ പാകിസ്ഥാന് ഏതാണ്ട് 80% ആയുധങ്ങൾ ലഭ്യമാക്കിയത് ചൈനയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ലോകം ഈ ആയുധ വ്യാപാര രംഗത്തെ കമ്പനികൾ എല്ലാം തന്നെ ഇതിനെ വളരെ ഗൗരവപൂർവ്വം ഉറ്റുനോക്കിയിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ ചൈനീസ് ആയുധങ്ങൾ അവർ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അത് വിജയമാവുകയാണെങ്കിൽ ചൈനീസ് യുദ്ധവിമാനങ്ങൾ അടക്കം നൽകുന്ന കമ്പനികൾക്ക് വലിയ നേട്ടമുണ്ടാകും. എന്നാൽ ഇന്ത്യ നൽകിയ തിരിച്ചടി പാകിസ്ഥാന് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറത്തായിരുന്നു. അപ്പോൾ തുടക്കത്തിൽ ചെറിയ തോതിൽ ചൈനീസ് വിപണി അല്ലെങ്കിൽ പ്രതിരോധ ഓഹരി വിപണികൾ കുതിച്ചു വരുന്നു എന്നുള്ള ഒരു ലക്ഷണം പ്രകടിപ്പിച്ചെങ്കിലും പിന്നീട് കൂട്ടത്തകർച്ചയാണ് ഉണ്ടായത്. അതായത് ഇന്ത്യ പാക് വെടിനിർത്തലിന് പിന്നാലെ ചൈനയിലെ പ്രതിരോധ കമ്പനികളുടെ ഓഹരികൾ ഏതാണ്ട് പൂർണ്ണമായിട്ടും ഇടിഞ്ഞു എന്ന് പറയാം. ഇന്ത്യയുടെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പാകിസ്ഥാൻ്റെ ആക്രമണങ്ങളെ നമ്മൾ നിർവീര്യമാക്കി. ഈ ആക്രമണങ്ങൾക്ക് ചൈനീസ് നിർമ്മിത മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവയാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചത്. എന്നാൽ ഇന്ത്യൻ സൈന്യം S-400 പോലെയുള്ള റഷ്യൻ നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനം, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആകാശ് പോലെയുള്ള പ്രതിരോധ സംവിധാനം എന്നിവ ഉപയോഗിച്ച് ഇതിനെ പൂർണ്ണമായിട്ടും തകർത്തു. ഇതോടെ അവരുടെ പ്രതിരോധ ഓഹരികളിൽ വലിയ പ്രതിഫലനമുണ്ടാക്കി. അതായത് ഹാങ്സങ് ചൈന എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് 3% ഇടിവാണ് രേഖപ്പെടുത്തിയത്. J-10C യുദ്ധവിമാനങ്ങളുടെ നിർമ്മാതാക്കളായ എവിക് ചെങ്ഡു, ഷൂഷൌ, ഹോങ്ഡ എന്നീ ഓഹരികൾ 2 ദിവസത്തിനിടെ തന്നെ ഏതാണ്ട് 10% ഇടിഞ്ഞു. അപ്പോൾ പാക് വിദേശകാര്യമന്ത്രിയായ ഇസ്ഹാഖ് ദാർ പാർലമെൻറ്റിൽ പറഞ്ഞിരുന്നു, നമ്മൾ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ പലതും ചൈന നൽകിയത് പ്രയോജനപ്പെട്ടില്ല, അത് അത്ര ഗുണകരമല്ല എന്ന് പറഞ്ഞു. ഇത് ലോകരാജ്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിച്ചു നോക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതായത് PL-15 എയർ ടു എയർ മിസൈലും സൈന്യത്തിനായി ഇലക്ട്രോണിക് ഘടകങ്ങളും നിർമ്മിക്കുന്ന ഷൂസ് ഹൗഹോങ്ദെ ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ഓഹരികൾ 6% ഇടിഞ്ഞത്. 2019-23 കാലഘട്ടത്തിൽ പാകിസ്ഥാൻ വാങ്ങിയ 82% ആയുധങ്ങളും ചൈനയിൽ നിന്നായിരുന്നു. അപ്പോൾ ചൈന കഴിഞ്ഞാൽ ആയുധങ്ങൾക്കായിട്ടും പിന്നെ പാകിസ്ഥാൻ ആശ്രയിക്കുന്ന തുർക്കിയെയാണ്. അതുകൊണ്ടാണ് തുർക്കി ചോദിക്കാതെ തന്നെ ഡ്രോണുകളും മറ്റായുധങ്ങളും ഒക്കെ ആയിട്ട് ഇന്ത്യയിലേക്ക് വന്നത്. പക്ഷേ പാകിസ്ഥാൻ പ്രതിരോധ സേന ഉപയോഗിച്ച പല ആയുധങ്ങൾ, അതായത് തുർക്കി നൽകിയ ഡ്രോണുകൾ, ഇത് പലതും നമ്മൾ തടുത്തു അല്ലെങ്കിൽ പ്രതിരോധിച്ചു. ഇന്ത്യക്കെതിരെ അവർ പ്രയോഗിച്ച ഡ്രോണുകൾ, അതുപോലെ ചൈനയുടെ വിമാനങ്ങൾ ഇതെല്ലാം തന്നെ തകർത്തതോടുകൂടി പാകിസ്ഥാൻ ഇവർക്ക് ഒരു വലിയ തിരിച്ചടി നൽകിയെന്ന് പറയാം. കാരണം ചൈനയുടെ കമ്പനികളൊക്കെ വിചാരിച്ചത് ഈ യുദ്ധത്തിലൂടെ തങ്ങളുടെ പ്രതിരോധ ഓഹരികൾ വലിയ രീതിയിൽ ഉയരുമെന്നാണ്. പക്ഷേ ഇന്ത്യൻ പ്രതിരോധ ഓഹരികളാണെങ്കിൽ കുത്തനെ ഉയർന്നു. അവർ പ്രതീക്ഷിക്കാത്തതിനപ്പുറത്തേക്കുള്ള വലിയ മുന്നേറ്റം കാഴ്ചവെക്കുകയും ചെയ്തു. അതായത് ഭാരത് ഇലക്ട്രോണിക്സിൻ്റെ ഓഹരി വില 4% ഉയർന്നത്. ഭാരത് ഡൈനാമിക്സിൻ്റേത് 7.8% ഉയർന്നു. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, BEML, സെൻ ടെക്നോളജീസ്, കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്നിവയുടെ ഓഹരികൾ 4%-ലേറെ ഉയർന്നു. അപ്പോൾ ചൈനയ്ക്ക് വലിയ തിരിച്ചടി കിട്ടിയപ്പോൾ ഇന്ത്യൻ പ്രതിരോധ ഓഹരികൾക്ക് വലിയ കുതിച്ചുചാട്ടവും ഉണ്ടായി. അതായത് ചൈന നൽകിയ ആയുധങ്ങളൊന്നും തന്നെ ഗുണകരമല്ല എന്നുള്ള ഒരു പ്രതീതി ലോക മാർക്കറ്റിൽ സൃഷ്ടിക്കാനായിട്ട് കഴിഞ്ഞു. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലെല്ലാം നമ്മൾ കനത്ത ആക്രമണമാണ് നടത്തിയത്. നിരവധി തീവ്രവാദികളെ വധിച്ചു. ഇന്ത്യയിൽ ആക്രമണം നടത്താൻ പാകിസ്ഥാൻ ഉപയോഗിച്ച ചൈനീസ്, തുർക്കി ആയുധങ്ങളെ ഇന്ത്യൻ പ്രതിരോധ സംവിധാനം തകർത്തെറിഞ്ഞതോടുകൂടിയാണ് ഇവരുടെ പ്രതിരോധ ഓഹരികൾക്ക് വലിയ തിരിച്ചടി ഉണ്ടായത്. അതായത് ചൈനയിലെ പ്രതിരോധ കമ്പനികളുടെ ഓഹരികൾ വാങ്ങാൻ ഇപ്പോൾ ആരും താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ പാക് നാവികസേനയ്ക്ക് വേണ്ടി മിലിറ്ററി കപ്പലുകൾ അടക്കം നിർമ്മിച്ച് നൽകുന്ന ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് നൽകുന്ന ചെങ്ദു ഹോങ്ഡെ ഇലക്ട്രോണിക് കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ഓഹരിയിലും വലിയ ഇടിവുണ്ടായിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകിയെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചു, പ്രസ്താവന നടത്തിയൊക്കെ കഴിഞ്ഞു. ഇതിന് ശേഷമാണ് ഇന്ത്യൻ പ്രതിരോധ ഓഹരികൾക്ക് വലിയ വളർച്ച ഉണ്ടായത്. അതുകൊണ്ടാണ് മിന്നും പ്രകടനം നടത്തിയ ഭാരത് ഇലക്ട്രോണിക്സിൻ്റെ ഓഹരി വില കുതിച്ചു കയറിയത്. അപ്പോൾ സംഘർഷം ആരംഭിച്ചതോടെ ഇന്ത്യയിലെ റഫേൽ ഉൾപ്പെടെ നിരവധി യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ്റെ ചൈനീസ് നിർമ്മിതമായ
ഫൈറ്റർ ജെറ്റുകൾ വെടിവെച്ചിട്ടു. ഈ രീതിയിലാണ് വാർത്തകൾ പ്രചരിച്ചത്. കാരണം ഇൻ്റർനാഷണൽ മാധ്യമങ്ങളാണ് ഈ വാർത്തകൾ കൊടുത്തതെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങളെ ഉദ്ധരിച്ചാണ് ഇതിൻ്റെ വാർത്ത വന്നതെന്നും ഒക്കെ പറഞ്ഞിട്ടാണ് ഈ സംഭവങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാലോ, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എന്ന് പറയുന്ന അൽ ജസീറ അല്ലെങ്കിൽ വാഷിങ്ടൺ പോസ്റ്റ്, ഇവരൊക്കെ തന്നെ സ്വാഭാവികമായും ഇന്ത്യക്കെതിരായ ഒരു നിലപാട് അല്ലെങ്കിൽ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട്, അതുകൊണ്ടാണ് ഇന്ത്യയുടെ റഫേൽ ഉൾപ്പെടെയുള്ള വിമാനങ്ങളെ വെടിവെച്ചിട്ടു എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചത്. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, നമ്മുടെ കര വ്യോമ നാവികസേനാ തലവന്മാർ എല്ലാം തന്നെ ഇതിന് കൃത്യമായിട്ട് മറുപടി പറഞ്ഞു. ഇതോടെ പാകിസ്ഥാൻ്റെയും ചൈനയുടെയും ഒക്കെ കള്ളത്തരങ്ങളും തകർന്നിരിക്കുകയാണ്. ഇന്ത്യയിലെ 70% വൈദ്യുതി വിതരണം പാകിസ്ഥാൻ്റെ ഹാക്കർമാർ തകരാറിലാക്കി എന്ന് പോലും നുണപ്രചരണമൊക്കെ നടത്തിയിരുന്നു. അതുപോലെ രാജസ്ഥാനിലെ നമ്മുടെ ജയ്പൂർ വിമാനത്താവളത്തിൽ പാകിസ്ഥാൻ സ്ഫോടനം നടത്തി. പാകിസ്ഥാൻ്റെ എയർഫോഴ്സും കനത്ത ആക്രമണം നടത്തി. എന്നാൽ ഇന്ത്യയുടെ മിസൈൽ പ്രതിരോധ സംവിധാനമായ S-400 ഇതിനെയെല്ലാം കൃത്യമായിട്ട് പൊളിക്കുകയും അല്ലെങ്കിൽ ഈ ആക്രമണത്തെ എല്ലാം തകർക്കുകയും ചെയ്തു. ഇതിൻ്റെ എല്ലാം തെളിവുകൾ ഇന്ത്യ പുറത്തുവിട്ടു. ആ വീഡിയോ പുറത്തു വന്നതോടുകൂടിയാണ് ഈ പാകിസ്ഥാൻ്റെ കുപ്രചരണങ്ങളെല്ലാം തന്നെ പൊളിഞ്ഞു വീഴുന്നത്. മാത്രമല്ല, ഈ ചൈനീസ് വെടിക്കോപ്പുകൾക്ക് വലിയ തിരിച്ചടി ഉണ്ടായെന്നും അത് ഗുണകരമല്ല എന്നും ലോകം തിരിച്ചറിഞ്ഞതും നമ്മുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിന് ശേഷമാണ്. അങ്ങനെയാണ് ചൈനയുടെ പ്രതിരോധ ഓഹരികളെല്ലാം തന്നെ കൂപ്പുകുത്തിയത്. ഇപ്പോൾ ഈജിപ്റ്റ് ഉൾപ്പെടെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും ലാറ്റിൻ അമേരിക്കയിലേക്കും ആയുധ വ്യാപാരം വ്യാപിപ്പിക്കാനായിട്ട് ചൈന തയ്യാറെടുക്കുകയാണ്. ഇതിനിടയിലാണ് ഇന്ത്യ പാക് യുദ്ധത്തിലൂടെ ചൈനയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടായി എന്ന് എല്ലാവരും മനസ്സിലാകുന്നത്. അപ്പം വെടി നിർത്തിയതോടുകൂടി ചൈനയിലെ പ്രതിരോധ കമ്പനികളുടെ ഓഹരികൾ ഇടിഞ്ഞു തുടങ്ങി. ഇത് ലോകത്തിന് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സംഘർഷാവസ്ഥ അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കി കഴിഞ്ഞു. കാരണം അവർക്ക് ആരോടും മറുപടി പറയാൻ കഴിയുന്നില്ല. കാരണം ലോകം മുഴുവൻ ഇത് വീഡിയോ ദൃശ്യങ്ങളിലൂടെ കാണുകയാണ്. സാധാരണഗതിയിൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന രാജ്യം ഇന്ത്യയാണ്. പാകിസ്ഥാനോ ചൈന പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ് വാങ്ങുന്നത്. അപ്പോൾ ഇന്ത്യ റഷ്യ പോലെയുള്ള, ഫ്രാൻസ് പോലെയുള്ള, അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് ആവശ്യമായ തന്ത്രപ്രധാനമായ ആയുധങ്ങൾ വാങ്ങുമ്പോൾ ടെക്നോളജിയും കൂടെ നമ്മൾ വാങ്ങും. അത് കാലക്രമേണ നമ്മൾക്ക് സ്വന്തമായിട്ട് ഈ ആയുധങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വ്യോമ പ്രതിരോധ സംവിധാനമായിക്കോട്ടെ, റഫേൽ ഉൾപ്പെടെയുള്ള ജെറ്റുകളായിക്കോട്ടെ, ഇതൊക്കെ തന്നെ നമ്മൾ വാങ്ങുന്ന കൂട്ടത്തിൽ ടെക്നോളജിയും വാങ്ങും. പക്ഷേ പാകിസ്ഥാൻ അങ്ങനെയല്ല. ചൈനയെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്ത്, തുർക്കിയെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്ത് ആയുധങ്ങളൊക്കെ വാങ്ങിക്കൂട്ടുന്നു. അതുകൊണ്ടാണ് ചൈനയിലെ പ്രതിരോധ കമ്പനികളുടെ എല്ലാം തന്നെ ഓഹരികൾ ഇടിഞ്ഞു എന്ന വാർത്തകളെല്ലാം പുറത്തേക്ക് വരുന്നത്. ഇത് ചൈനയ്ക്ക് വലിയ തിരിച്ചടിയായിരിക്കും സൃഷ്ടിക്കുക. സത്യത്തിൽ ഇന്ത്യ പാക് പോരാട്ടത്തിൽ പാകിസ്ഥാനാണ് പരാജയപ്പെട്ടതെങ്കിലും ഈ പ്രതിരോധ മേഖലകളിൽ വലിയ ഒരു നേട്ടമുണ്ടാക്കാൻ അവർക്ക് കഴിയാത്തതുകൊണ്ടാണ് ഈ ഓഹരികളിൽ ഈ പ്രത്യാഘാതം ഉണ്ടായതെന്നാണ് ലോകത്തെ ഈ പറയുന്ന പ്രതിരോധ ഓഹരികളെക്കുറിച്ചൊക്കെ പഠനം നടത്തുന്നവർ വ്യക്തമാക്കുന്ന ഒരു കാര്യം. സാധാരണഗതിയിൽ ഈ പാകിസ്ഥാൻ ഉപയോഗിച്ചതിലേറെയും ചൈനയുടെ ആയുധങ്ങളാണെന്ന് ലോകത്തിന് ഏതാണ്ട് ബോധ്യപ്പെട്ടു, അല്ലെങ്കിൽ നമ്മളത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തെ ഭേദിക്കാൻ ഈ ആയുധങ്ങൾക്ക് സാധിച്ചുമില്ല. ഇതാണ് ചൈനയിലെ പ്രതിരോധ ഓഹരികളുടെ ഈ തകർച്ചയ്ക്ക് വലിയൊരു കാരണം. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷമുണ്ടായി. പാകിസ്ഥാനിൽ നടത്തിയ ആക്രമണങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പുറത്തേക്ക് വരുന്നു. ഇതോടെയാണ് ചൈനയുടെ പ്രതിരോധ ഓഹരികൾ വൻ തകർച്ചയിലേക്ക് നീങ്ങി എന്ന് പറയുന്നത്. അതേസമയം തന്നെ ശക്തമായ മറുപടി ഇന്ത്യ നൽകി. അപ്പോൾ ഇന്ത്യൻ പ്രതിരോധ ഓഹരികൾക്ക് അത് കരുത്തായിട്ട് മാറി. അതുകൊണ്ടാണ് നമ്മുടെ ഓഹരികളെല്ലാം തന്നെ ക്രമാനുഗതമായി വളർച്ച രേഖപ്പെടുത്തുന്നു. അപ്പോൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് തന്നെ നമ്മുടെ വ്യോമ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ, നമ്മളുടെ ആയുധങ്ങൾ എന്നിവയ്ക്ക് ഈ ലോക മാർക്കറ്റിൽ, ആയുധ വിപണിയിൽ വലിയ ഡിമാൻഡ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാലോ, ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള മിസൈൽ വാങ്ങാൻ 17 രാജ്യങ്ങളാണ് നമുക്ക് മുന്നിൽ ക്യൂ നിൽക്കുന്നത്. അപ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധത്തിലൂടെ ഇന്ത്യക്കും റഷ്യയ്ക്കും ആയുധ വിപണിയിൽ വലിയ കുതിച്ചുകയറ്റമുണ്ടായി. എന്നാൽ ചൈനയ്ക്ക് വലിയ നാശം, വലിയ നഷ്ടം മാത്രമല്ല, ചൈനയുടെ പ്രതിരോധ ഓഹരികൾ ഏതാണ്ട് കൂപ്പുകുത്തുന്ന അവസ്ഥയിലേക്ക് എത്തി. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ ഒന്ന് സഹായിച്ചു എന്ന ഒറ്റ പേരിൽ ചൈനയുടെ പ്രതിരോധ ഓഹരികൾ ഇടിഞ്ഞുപോയി എന്ന് വേണം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.